എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. നാളെ വൈകിട്ട് 3 മണിയോടെ വിദ്യാഭ്യാസ മന്ത്രി ഈ വർഷത്തെ +2 പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കേരള results.nic.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഇതാണ് ആ ഒരു കേരള results.nic.in എന്ന വെബ്സൈറ്റ്. അതുപോലെ തന്നെ സഫലം 2024 മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ +2 പരീക്ഷാ ഫലം അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിസൾട്ട് അറിയുന്നതിനായിട്ട് വളരെയധികം സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു കേരള results.nic.in എന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ മുകളിലായിട്ട് തന്നെ റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ ഒരു ലിങ്കുകൾ വരുന്നതായിരിക്കും. അപ്പോൾ ലിങ്കുകൾ ഏകദേശം ഇതുപോലെയാണ് ഉണ്ടാവുക. അതായത് DHSC റിസൾട്ട്സ് 2024, VHSC റിസൾട്ട്സ് 2024, അതുപോലെ DHSC NSQF റിസൾട്ട് 2024 എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക. നിങ്ങൾക്ക് ഏത് റിസൾട്ടാണോ അറിയേണ്ടത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതായത് നിങ്ങൾ ഹയർ സെക്കൻഡറി ആണോ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണോ, ഏതാണ് എന്നുള്ളതനുസരിച്ച് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതായത് കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പിന്നീട് ആ ഒരു ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ നിങ്ങളുടെ റോൾ നമ്പർ, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകി സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും. അതിൽ നിന്നും പ്രിൻ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ റിസൾട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതിനും സാധിക്കുന്നതാണ്. സൈഡിലായിട്ട് ഇതുപോലെ ഒരു സിമ്പിൾ നിങ്ങൾക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട്, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും സിമ്പിളാണ് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട്. ഈ ഒരു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കാണ് സാധാരണഗതിയിൽ സ്കൂൾ വൈസ് റിസൾട്ട് അറിയുന്നതിനായിട്ടുള്ള അവസരം ഉണ്ടാവാറുള്ളത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ സ്കൂൾ വൈസ് റിസൾട്ടിൻ്റെ പേജ് ഉണ്ടെങ്കിലും ജസ്റ്റ് ആ ഒരു കോഡ് നൽകുന്ന സമയത്ത് കറക്റ്റായിട്ട് അത് വർക്ക് ചെയ്യാറില്ല. ഹയർ സെക്കൻഡറിയുടേത് മാത്രമാണ് ഈ ഒരു രീതിയിൽ സ്കൂൾ വൈസ് റിസൾട്ട് ലഭ്യമാവാറുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാകും. ഇനി വിദ്യാർത്ഥികളിൽ പലരും വളരെയധികം ചോദിക്കുന്ന കാര്യമാണ് +2 പാസ്സാകുന്നതിനായിട്ട് ഗ്രേസ് മാർക്ക് ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ളത്. നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട്, ഏതെങ്കിലും സബ്ജക്റ്റിന് ജയിക്കാനായിട്ട് സാധ്യത കുറവാണെങ്കിൽ ആ ഒരു സബ്ജക്റ്റിന് ആ ഒരു ഗ്രേസ് മാർക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ 2 വർഷം കൂടി ജയിക്കാൻ എത്ര മാർക്ക് വേണം എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. 60 മാർക്കിൻ്റെ വിഷയവും 80 മാർക്കിൻ്റെ വിഷയം ഇങ്ങനെ 2 തരത്തിലാണ് നിങ്ങളുടെ റിസൾട്ട് ഉള്ളത്. അതായത് 2 മാർക്കിലാണ് വിഷയങ്ങൾ വരുന്നത്. അപ്പോൾ 60 മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് +1നും +2നും ടോട്ടൽ നിങ്ങൾക്ക് 36 മാർക്ക് TE മാർക്കിനത്തിൽ വാങ്ങണം. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ അതിന് 2 വർഷത്തെ മാർക്ക് കൂടി 48 മാർക്ക് നേടിയിരിക്കണം. അതായത് 2 വർഷത്തെ മാർക്ക് കൂടി 48 മാർക്ക് വാങ്ങണം എന്നുള്ളത് മാത്രമാണ് നിബന്ധന. അല്ലാതെ ഓരോ വർഷവും 60 മാർക്കിൽ 18ഉം 80 മാർക്കിൽ 24 മാർക്കും വായിക്കണം എന്നുള്ള നിബന്ധനയില്ല. 2 വർഷം കൂടി ടോട്ടൽ, അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു വർഷം നിങ്ങൾക്ക് 48, അതായത് 24 ജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു വർഷം 28ഉം 2-ാം വർഷം നിങ്ങൾക്ക് 20ഉം ആണ് കിട്ടുന്നതെങ്കിൽ അങ്ങനെ ലഭിച്ചാലും ടോട്ടലായിട്ട് 48 കിട്ടണം എന്നുള്ളത് മാത്രമാണ് നിബന്ധന. അതായത് 60 മാർക്കിൽ 2 വർഷത്തെ TE മാർക്ക്, അതായത് എഴുത്തു പരീക്ഷയിൽ ലഭിച്ച മാർക്ക് 36ഉം അതുപോലെ തന്നെ 80ൽ ആണെങ്കിൽ 2 വർഷത്തെ എഴുത്തു പരീക്ഷയിൽ ലഭിച്ച മാർക്ക് 48ഉം ലഭിക്കണം എന്നുള്ളത് മാത്രമാണ് നിബന്ധനയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ ഈ വർഷത്തെ +2 സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ +2 റിസൾട്ട് വന്ന ശേഷം അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷയും സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.